അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് എൻ്റെ ഉസ്താദ് എന്ന സ്റ്റോറിയുടെ അവസാന ഭാഗം. അതെ, ഹബീബ് ഉസ്താദ്. അദ്ദേഹം വിളിക്കുമ്പോൾ എന്തൊക്കെയോ പറയണമെന്ന് അവൾക്ക് തോന്നുകയാണ്. അതെ, നിക്കാഹ് കഴിഞ്ഞിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്കും മനസ്സിലേക്ക് വന്ന ആ ഒരു വേദന, അത് വല്ലാത്തൊരു വേദനയായിപ്പോയി. എന്നാലും എൻ്റെ ഉസ്താദ് അതെങ്ങനെ അത് ചെയ്യോ? ഒരിക്കലുമില്ല. എന്നാൽ അന്ന് വൈകുന്നേരം ആശയുടെ കൂടെ അവൾ വീട്ടിലെത്തി. നേരെ പോയത് അവളുടെ റൂമിലേക്കായിരുന്നു. അവൾ ആ ബെഡിലേക്ക് അങ്ങ് വീഴുകയായിരുന്നു. പിന്നീട് ഒന്നുമില്ല. ഉമ്മ വിളിച്ചു, മോളെ മോളെ ഐഷു. ഓ, എന്തപ്പോൾ ഇത് കഥ? അല്ലെങ്കിൽ വേഗം സ്കൂൾ വിട്ടു വന്ന് നേരെ വാഷ്റൂമിൽ പോയി കുളിച്ച് ഉളു ചെയ്ത് നിസ്കരിച്ച് അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? പെണ്ണേ, കള്ളാ ആകണേ മുമ്പ് നിസ്കരിച്ചോ? അവൾ വിഷാദത്തോടെ നേരെ ബാത്റൂമിലേക്ക് പോയി. അത് തലയിലൂടെ ഷവർ ഇട്ടു. എന്നാൽ ആ തണുത്ത വെള്ളം തലയിലേക്ക് വീഴുമ്പോഴും അവൾ കരയുകയായിരുന്നു. എന്തു പറ്റി ഐഷുവിന്? എന്തുകൊണ്ടായിരിക്കും അവൾ സങ്കടപ്പെടുന്നത്? പതിവ് പോലെ അന്ന് ക്ലാസ് കഴിഞ്ഞ് ഏകദേശം 6 മണി ആയപ്പോൾ കോള് വരുന്നു തൻ്റെ ഫോണിലേക്ക്. അവൾ ഫോൺ എടുത്തില്ല. വീണ്ടും വിളിച്ചു. എന്നാൽ ഉസ്താദ് ഒരു നിമിഷം, ഐഷുവിന് എന്തു പറ്റി? ഓൾ ഫോൺ എടുത്തില്ലല്ലോ. വീണ്ടും കോൾ വരുന്നു. എന്നാൽ അവൾ ആ നിമിഷം തന്നെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇടുകയായിരുന്നു. വേണ്ട, ഒന്നും വേണ്ട. അല്ലെങ്കിലും കുറച്ച് അഹങ്കാരമായിരുന്നു എനിക്ക്. സുന്ദരനായ ഒരു ഭർത്താവിനെ കിട്ടിയെന്നതിൻ്റെ പേരിൽ കോളേജിലുള്ള കുട്ടികൾ മുഴുവൻ മോഹിച്ച ആളായിരുന്നു. വേണ്ടില്ലായിരുന്നു എനിക്ക്. അവൾ സങ്കടപ്പെട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞ് റൂമിൽ തന്നെ കിടന്നു. പെട്ടെന്നടാ ആഷി വാതിലിന് മുട്ടുന്നു. ഐഷു, ഐഷു, എന്താണ്? മനുഷ്യന് ശരിക്കും കിടക്കാനും സമ്മതിക്കൂലേ? ഐഷു. അവൾ വാതിൽ തുറന്നു. എന്താ വേണ്ടത്? എന്നാ നിന്റെ ഇക്കത വിളിക്കുന്നു, ഹബി വിളിക്കുന്നു. വേണ്ട. എന്താ പെണ്ണേ? വേണ്ട എന്നല്ലേ പറഞ്ഞത്? ഇതേ പെണ്ണെ, എത്ര സമയമായി വിളിക്കുന്നു. നിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുന്നത്. ഇവിടെ നോക്കട്ടെ ഫോണ്. വേണ്ട, നോക്കണ്ട. നീ സ്വിച്ച് ഓഫ് ആക്കിയതാണോ? ആഷിക്ക് ദേഷ്യം വന്നു. അതെ, അതിനെന്താ? എനിക്കെന്താ സ്വിച്ച് ഓഫ് ആക്കാൻ പാടില്ലേ? എൻ്റെ പൊന്നു പെണ്ണ്, നിക്കാഹ് കഴിഞ്ഞിട്ട് വെറും 2-3 ദിവസം മാത്രം, അപ്പോഴേക്കും പിണങ്ങിയോ? എന്താ കാര്യം? ഒന്നുമില്ല. അവൾ സങ്കടത്തോടെ അവിടെ നിന്നു. ഉമ്മ, ആ പെണ്ണ് അളിയൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല കേട്ടോ. എന്താ റബ്ബേ ഈ കുട്ടിക്ക്? മോളെ ഐഷു, മോളെ ഐഷു. എന്താ ഉമ്മ? എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ, ഞാനൊന്ന് കിടന്നോട്ടെ. അല്ല, ഫോൺ എടുത്ത് വിചാരിച്ച് കേട്ടപ്പോൾ എന്താ? ഒന്ന് ലൗഡ് സ്പീക്കർ ആക്കി. ലൗഡ് സ്പീക്കർ എന്താ എൻ്റെ പെണ്ണെ? ഒന്ന് വല്ലാത്തൊരു പുതുമായിപ്പോയി. ഇന്ന് ഓൻ്റെക്ക് ഇങ്ങനെ വിളിക്കണേ, പാവല്ലേ? ഉമ്മ വേണ്ടെന്നല്ലേ പറഞ്ഞത്? വേണ്ടെന്ന് പറഞ്ഞ് കേട്ടൂടെ? അവൾ മുഖം കനപ്പിച്ചിരുന്നു. നേരെ അവൾ ആ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആഷി, ഐഷു എന്തു പറ്റി പെണ്ണേ? ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടക്ക. പെണ്ണെ, ഞാൻ നിൻ്റെ മൂത്ത കാക്കയല്ലേ. എന്നോട് നിനക്ക് പറയാനുള്ളത് പറഞ്ഞൂടെ? അതിനെന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, എന്നെ അങ്ങനെ ശല്യപ്പെടുത്തണോ? അവൾ വീണ്ടും അവിടെ നിന്ന് പോയി മറ്റൊരു ബെഞ്ചിൽ ചെന്നിരുന്നു. അവിടെയും ആഷി എത്തി. പെണ്ണേ, ഐഷു, നിൻ്റെ ഈ എപ്പോഴും പിണങ്ങിയിരിക്കുന്ന മുഖം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ശരിയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളി പറയും, തിരക്ക് കൂടും, തല്ലും ഒക്കെ ചെയ്യും. പക്ഷേ അതൊരു 5-10 മിനിറ്റിനുള്ളിൽ കഴിയും ചെയ്യും. നീ തന്നെയല്ലേ എൻ്റെ അടുക്കിലേക്ക് വരാറുള്ളത്, ഇക്ക ആഷിക്കാന്നൊക്കെ വിളിച്ചിട്ട്. ഇപ്പോൾ എന്തു പറ്റി? ആഹാ, നീ ആള് കൊള്ളാലോ. വേണ്ട, എന്നോടൊന്നും പറയണ്ട ആഷി, ഒന്നുമില്ല. സത്യം പറയടേ, നീയും അളിയനും തമ്മിൽ എന്താ പിണക്കം? കാര്യമായിട്ട് എന്തോ പിണക്കണ്ടല്ലോ. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ല. പിന്നെന്താ? നീ ഇങ്ങനെയല്ലല്ലോ, നീ ഇങ്ങനെ ഇത്രമാത്രം കരയാറില്ലല്ലോ. എന്തു പറ്റി നിനക്ക്? ഇക്ക ഒന്നുമില്ല. എന്നാൽ ആയിഷ അവിടെ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു. ഉമ്മ, കാര്യമായിട്ടെന്തോ ഉണ്ടല്ലോ. എന്താ മോനെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓല് തമ്മിൽ? എന്ത് പ്രശ്നമ്മാ? അവൾ നല്ല രീതിയിൽ ക്ലാസ്സിന് പോയതല്ലേ, തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ അവൾ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും എന്താ മോനെ, ഒന്ന് ചോദിച്ചോക്കി വിശദമായി.
മോളെ ഐഷു, വാ, ചായയും കടിയൊന്നും വേണ്ട എനിക്ക്. ഇന്ന് പഴംപൊരിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ചൂടോടെ വേണമല്ലോ. മോളെ ഇത് കഴിച്ചോ. അവൾ മനമില്ലാ മനസ്സോടുകൂടി അതാ അതിനു മുമ്പിൽ വന്നിരുന്നു. പക്ഷെ അവൾക്ക് സന്തോഷമില്ല. അവൾ ആ പഴംപൊരി ഒരു കഷ്ണം എടുത്ത് വായിലിട്ടു. അവൾക്ക് അത് ആസ്വദിച്ച് കഴിക്കുവാനേ കഴിയുന്നില്ല. മോളെ, ഇജിങ്ങനെ ഭക്ഷണത്തിന് മുമ്പെന്ന് ഇജിങ്ങനെ കുറുമ്പ് കാണിച്ച് നിൽക്കല്ലേ. ഓരോരുത്തരും ഒരു പച്ച വെള്ളം കിട്ടാതെ ഇജ് കണ്ടിട്ടില്ലേ പിഞ്ചു പൈതങ്ങൾ? ഓലൊക്കെ ഭക്ഷണത്തിൻ്റെ ആ പാത്രവുമായി അവർ വരികയാണ്. എന്നാൽ ഒരു ഭക്ഷണം പോലും കിട്ടാതെ തിരിച്ച് നിസ്സഹായായി പോകുമ്പോൾ ആ വലിയ പാത്രത്തിലുള്ള ബാക്കിയുള്ള വറ്റ് പെറുക്കി തിന്നുന്ന ആ ചിത്രങ്ങളൊക്കെ മോള് കണ്ടതല്ലേ. അങ്ങനെ കാട്ടാൻ പാടുണ്ടോ? എന്തൊക്കെ തന്നെ പിണക്കാലും നമ്മൾ ഭക്ഷണത്തിനോട് നമ്മൾ പിണക്കം കാണിക്കരുത്. അതില്ലാതായി പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില അറിയാം. ഭക്ഷണത്തിനോട് ഒരിക്കലും നമ്മൾ പിണങ്ങാൻ പാടില്ല. പഠിച്ചത് നമ്മളെ പരീക്ഷിക്കും. ഇപ്പം നമുക്ക് സുലഭമായ ഭക്ഷണം ഉണ്ട്, അൽഹംദുലില്ലാ. നാളെ എങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എത്ര ആളുകളാണ് പട്ടിണി ആയിട്ട് നിനക്കറിയുന്നതല്ലേ ആ പിഞ്ച് പൈതങ്ങൾ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് പൊന്നു മോളെ. എപ്പോഴും നമുക്ക് പഠിച്ചവനെ പരീക്ഷണം ഇറങ്ങിയാൽ പറയാൻ പറ്റൂല. അത് കേട്ടപ്പോൾ ഐഷുവിൻ്റെ മനസ്സൊന്ന് പതറി. അവൾ അതെ വിശക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ, പക്ഷേ കഴിക്കാൻ കഴിയണില്ല. മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല. അവൾ ഏറെ ആഗ്രഹിച്ച, ഏറെ പ്രതീക്ഷിച്ച തൻ്റെ പ്രിയപ്പെട്ട ഇല്ല. എന്തിനിപ്പോൾ അതൊക്കെ ആലോചിക്കുന്നത്? അവൾ ഉമ്മ നൽകിയ ആ ചൂട് ചായ കുടിക്കുമ്പോൾ, എന്താ മോളെ എങ്ങനെ ആലോചിച്ച് കുടിക്കാൻ? ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് തന്നിട്ട് കുടിക്കാൻ എനിക്ക് കഴിയണില്ലേ? വിശപ്പില്ലാത്തതുകൊണ്ട് മാണ്ടേങ്ങോട്ട് എടുത്തേക്കാം, അങ്ങോട്ട് കൊണ്ടാ എന്ന് പറഞ്ഞ് ഉമ്മ വെറുതെ ആ പഴംപൊരിയുടെ പാത്രവും ചായയും എടുക്കുന്ന പോലെ അഭിനയിച്ചു. വേണ്ട, ഞാൻ തിന്നോളാം, ഞാൻ അപ്പുറത്ത് പോയി തിന്നോളാം. എന്താ പൊന്നു മോളെ, വേഗം കഴിക്ക്, എനിക്ക് ഇഷ്ടമായിരുന്നല്ലോ. എപ്പോഴും അവൾക്ക് പഴംപൊരി, ചൂടുള്ള പഴംപൊരിയും ചായയും ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്താ മോളെ ഈ ഇങ്ങനെ, എനിക്ക് എന്താ പറ്റിയത്? ഉമ്മ ഒന്നുമില്ല. എന്നാൽ പിന്നെ ചായ കുടിച്ച പാത്രം ഉണ്ട് കൊണ്ടാ. അവൾ മനമില്ലാ മനസ്സോടുകൂടെ ആ ചായയും അതും കുടിച്ചു. എന്താ മോളെ ആകെ ഒന്നള്ളി തിന്നത്? ഉമ്മ ഞാൻ പിന്നെ തിന്നോളാം. ഉമ്മ ആ പാത്രം എടുത്തു അടുപ്പത്തേക്ക് തന്നെ കൊണ്ടുപോയി വെച്ചു. മോനെ ആശി, മോൻ കുടിച്ചടാ. ഉമ്മ ഓള് കുടിക്കാതെ അങ്ങനെ ഞാൻ കുടിക്കുക? നിങ്ങൾക്ക് കുറച്ചേറെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഓള് കുടിക്കണില്ല, ഈയും കുടിക്കണില്ല. അല്ലമ്മ, ഓളെ സങ്കടം എന്താന്ന് നമുക്കൊന്ന് അറിയേണ്ടതല്ലേ മോനെ. അതൊക്കെ മാറിക്കോളും. ഓരെന്തെങ്കിലും സൗന്ദര്യപ്പിണക്കം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അല്ല അപ്പം നമ്മളോട് പിണക്കൊന്നുമില്ല, എന്നോടില്ലല്ലോ. ഞാനിപ്പോൾ വരുമ്പോഴെന്നെ മിണ്ടാട്ടല്ല, അപ്പോഴേ ഞാൻ വിചാരിച്ചത്. പിന്നെ ഇപ്പം എന്താ റബ്ബേ ചെയ്യുക? എന്നാൽ പിന്നെന്തിനാ ഫുൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? എന്താ പറഞ്ഞ് ഫ്രണ്ട്സുകാരോട് പിണങ്ങി ആർക്കറിയാം. എന്തൊക്കെ തന്നെയാലും അവൾ അവളുടെ റൂമിൽ തന്നെ അതാ കടന്നു വരുന്നു. വീണ്ടും ബെഡിലേക്ക് കിടന്നു. അതെ, മുച്ചന്തി മോന്തിക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റൂല, അങ്ങോട്ട് പോരെ. ഉമ്മ വീണ്ടും വിളിച്ചു. ശരിയാണ്, ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിലും മഗ്‌രിബിൻ്റെ സമയത്ത് റൂമിൽ കിടക്കുന്നത് നല്ലതല്ല. അങ്ങനെ വല്യമ്മയൊക്കെ പറയാറുണ്ട്. ഉമ്മയും അതിന് സമ്മതിക്കൂല. അവൾ വെറുതെ അവിടെ നടന്നു. പക്ഷേ മോളെന്തേ റൂമിൽ ഒതുങ്ങിക്കൂടുന്നു? നേരം ഇങ്ങോട്ട് പോന്നാ, മുറ്റത്തേക്ക് ഇങ്ങോട്ട് പോരെ. മഗ്‌രിബാങ്ക് കൊടുത്തിട്ട് മഗ്‌രിബ് നിസ്കരിച്ചാണ്ട് പോയാൽ മതി. ഇപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ പോയി ഇങ്ങോട്ട് പുകാൻ നിൽക്കണ്ട ഉമ്മ. അവൾ സങ്കടത്തോടെ ഉമ്മയെ വിളിച്ചു. എന്നാൽ അവളുടെ മനസ്സിൽ നല്ല സങ്കടമായിരുന്നു. ഇടയ്ക്ക് ഫോണൊന്ന് എടുത്തു നോക്കി, സ്വിച്ച് ഓൺ ചെയ്യണോ? പൊറുതിയേടുണ്ട് ആകപ്പാടെ. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇതുവരെ വെച്ചിട്ടില്ല. അതെ, വാട്സപ്പിൽ ഫ്രണ്ട്സുകൾ മെസ്സേജ് അയക്കുന്നുണ്ടാവും, നോട്ടുകൾ വരുന്നുണ്ടാവും സാറിൻ്റെ, അങ്ങനെ ഒരുപാട് ഉണ്ടാവും. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയാൽ ഒന്നും കാണില്ലല്ലോ. ഒരുപക്ഷെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വിളിക്കും, ഉറപ്പുണ്ട് എനിക്ക്. അങ്ങനെ അതാ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നു. ബാങ്ക് കേട്ട് അവൾ അപ്പോൾ തന്നെ ഉളൂഹ് ചെയ്ത് അതാ നിസ്കരിക്കുവാൻ വേണ്ടി നിസ്കാരപ്പായയിലേക്ക് പോകുന്നു. നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി അവൾ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങൽ, വേദന. പുസ്തകങ്ങളൊന്നും എടുക്കുവാനേ തോന്നുന്നില്ല, പഠിക്കുവാൻ തോന്നുന്നില്ല. ഖുർആൻ ഓതിയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. അല്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഐഷുവിൻ്റെ ആ ഒരു സങ്കടം കണ്ട് ആഷിക്കും ഉമ്മാക്കുമൊക്കെ പെരുത്ത സങ്കടം. ഉപ്പയാണെങ്കിൽ എത്തിയിട്ടുമില്ല. റബ്ബേ, എന്താ പെണ്ണ് എങ്ങനെയെന്നാവും. എന്നാൽ ആ സമയം അവൾ
ഒന്നും മിണ്ടാതെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു ആലോചന അവൾക്ക്. എന്നാൽ ആശയുടെ ഫോണൊക്കെ അതാ പിന്നെയും കോള് വരുന്നു. അതെ, നിന്റെ ഷംനത വിളിക്കുന്നു. ഹലോ, അത് പിന്നെ ഹൈഷുവിൻ്റെ ഫോണ് എന്ത് സ്വിച്ച് ഓഫ് ആണല്ലോ. ഒരു അത്യാവശ്യക്കാരൻ നോട്ട് വിട്ടുതരാൻ പറഞ്ഞിരുന്നോ, പിന്നെ വാട്സപ്പിലും കാണുന്നില്ല. എന്നാ എനിക്ക് വേണ്ട. പിന്നെന്താ, നിന്റെ ഷംനയാണ് വിളിക്കുന്നത്. ഷംനെ എന്നാ. ഹലോ എൻ്റെ പൊന്നാര പെണ്ണെ, എന്താ പെണ്ണെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് കേട് വന്നോ? ഈ അല്ല പറഞ്ഞിന് പുതിയ ഐഫോണെ കിട്ടിക്കൊണ്ട് നിൽക്കുന്നത്. എന്താ ഇത്ര ഉള്ളൂ ഐഫോണിൻ്റെ വാറണ്ടിയൊക്കെ? ഇത്ര പെട്ടെന്ന് കേടായിപ്പോയോ? നല്ലടി. പിന്നെ എന്താ? ഒന്നുമില്ല. എന്ത് പെണ്ണെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ഇട്ടിക്കണം? എത്ര നോട്ട്സ് ഞാൻ അയച്ചത് എനിക്കറിയോ? പിന്നെ എനിക്ക് കുറച്ച് വിട്ടു തരാനുണ്ടാവും, വേഗം വിട്ടുകൊണ്ട് പെണ്ണെ. അത് ഞാൻ വിട്ടു തരടി, കുറച്ച് കഴിഞ്ഞിട്ടോ. ആയിക്കോട്ടെ, വേഗം വിട്ടു തരട്ടോ. പിന്നെ നാളെ ഞായറാഴ്ച കൊണ്ട് വലിയ തിരക്കില്ല, എങ്കിലും നീ പെട്ടെന്ന് ശരിയാക്കിക്കൊണ്ടാ. ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാണ്ട് പെണ്ണെ എനിക്ക്. അതാണ് ഞാൻ എൻ്റെ ആഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. ആഷിക്ക് ചിലപ്പം ദേഷ്യം പിടിക്കും. നിനക്ക് ഫോണിലെത്തുന്ന ചിലപ്പോഴൊക്കെ ഞാൻ നിൻ്റെ ഉമ്മാൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാഞ്ഞാൽ ആഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആഷി ഉസ്താദ് എന്നാണ് പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. അതെ, കുട്ടികളെ കോളൊന്നും എനിക്ക് വല്ലാതെ അറ്റൻഡ് ചെയ്യാനൊന്നും നേരം ഉണ്ടാവില്ല എന്നൊക്കെ. അതും അങ്ങനെ ആകുമ്പോൾ പിന്നെ മോശമല്ലേ. പക്ഷെ നിന്നെ വിളിച്ചിട്ട് കിട്ടായിട്ടാണടി. എന്നായിക്കോട്ടെ. അങ്ങനെ അത് ഫോൺ കട്ട് ചെയ്തു. എന്തപ്പോൾ പറ്റിയത്? ഓൾ അങ്ങനെയല്ലല്ലോ. ഐഷുവിൻ്റെ ഫ്രണ്ട് അതാ ഷംന ഓരോന്ന് ആലോചിക്കുന്നു. എന്നാലും ഇപ്പോൾ എന്തപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആകാൻ? അവൾ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഓൺലൈനിൽ നോക്കി. ഇല്ല, അവൾ ഓൺലൈനിൽ നിന്ന് എപ്പോഴോ പോയിക്കണ്. വൈകുന്നേരം 5 മണിക്ക് മൂപ്പത്തേര് പോയിക്കണ്, പിന്നെ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഏത് സമയവും ഓൺലൈനിൽ ഉണ്ടാകുന്ന അവള് നോ. ലാസ്റ്റ് സീന് കണ്ടില്ലേ, 5 മണി. എന്താവോ? എന്തൊക്കെ തന്നെയാലും ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാം. അപ്പോൾ തന്നെ അതാ കൂട്ടുകാരി മെസ്സേജ് അയച്ച് നോക്കുന്നു. ഇല്ല, നെറ്റൊക്കെ ഓഫാക്കി, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി, എവിടെ ഒന്നും പോയിട്ടുന്നില്ല. എന്തായാലും വേണ്ടില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കണേ. പക്ഷേ ഡബിൾ ടിക്ക് ആവുന്നില്ല, ബ്ലൂ ടിക്ക് ആകുന്നില്ല. അപ്പം അവൾ ഓൺലൈനിലില്ല. ലാസ്റ്റ് സീൻ 5 മണി. തിരക്കിടില്ല. അവൾ ഓരോന്ന് ആലോചിച്ച് നിന്നു. എന്നാൽ ഈ സമയം ഐഷു അതാ സങ്കടത്തിലായിരുന്നു. വീണ്ടും അതാ പള്ളിയിൽ നിന്ന് ഇഷാഹിൻ്റെ ബാങ്ക് വിളി കേൾക്കുന്നു. അവൾ അല്പസമയം കഴിഞ്ഞ് ഇഷാഹ് നിസ്കരിച്ച് ഉമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. മോളെ, ഫുഡ് കഴിക്കാൻ വാ. ഉമ്മ, എനിക്ക് വേണ്ട. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫുഡിനോട് വേണ്ടാന്ന് പറയരുതെന്ന്. കാരണം നമ്മളെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഫുഡ് ഉണ്ടാവും, നാളെ എന്താ സ്ഥിതി നമുക്കറിയില്ല. അപ്പം നമ്മൾ ഓർക്കും, പഠിച്ചവനെ എൻ്റെ ഉമ്മ ഫുഡിന് വിളിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ. ഉമ്മ പ്രഭാഷണം തുടങ്ങി. അപ്പോൾ തന്നെ ആയുഷ് വിചാരിച്ചു, ഇനിയിപ്പോൾ ഉമ്മ വിളിച്ചതല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ ഉമ്മ ഓരോന്ന് പറയും. പൊന്നു മോളെ, രാത്രി പട്ടിണി കിടന്നാലേ ഒരു പ്രാവിൻ്റെ ഇറച്ചി കുറയുന്നാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയല്. അതൊക്കെ യാഥാർത്ഥ്യം തന്നെ ആയിരിക്കും. എന്തെങ്കിലും അന്തിപ്പട്ടിണിക്ക് തിന്ന് ഉറങ്ങിയാൽ മതി. ഉമ്മ, എനിക്ക് വേണ്ടായിട്ടാണ്. അതെന്താ, നിനക്ക് വിശപ്പില്ലേ? ഇല്ലുമ്മ, നേരത്തെ ഒരു ചെറിയൊരു പഴംപൊരി ചായയും കുടിച്ചതാണ്. ഇപ്പോൾ ഈ സമയമായിട്ട് നിനക്ക് വിശപ്പില്ലേ? ചപ്പാത്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചോറുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്ക്. അങ്ങനെ അവൾ മനമില്ലാ മനസ്സോടുകൂടി ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ വിളമ്പിത്തന്ന ആ ഭക്ഷണം അവൾ അല്പം എടുത്ത് കഴിച്ചു. ആഷി അവളെ നോക്കി. എന്താപ്പോൾ ഇത്, ഡയറ്റിങ് തുടങ്ങിയോ? അതിന് മാത്രം തടിയൊന്നുമില്ലല്ലോ. തുടങ്ങി, ഇനി തുടങ്ങേണ്ടി വരും. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഞാനും തുടങ്ങൂട്ടമ്മ. എൻ്റെ പൊന്നാര മക്കളെ, നിങ്ങൾ ഡയറ്റിങ്ങും തുടങ്ങണ്ട. നിങ്ങളിപ്പോൾ ആവശ്യത്തിനുള്ള തടി 2 ആളും ഉള്ളൂ. അതിനിപ്പോൾ ഇല്ലാതാക്കല്ലേ നിങ്ങൾ. അങ്ങനെ ഏതാ ആഷിയുടെ കൂടെ അവളും അല്പം ഭക്ഷണം കഴിച്ചു. ഉമ്മ വീണ്ടും ഇട്ടുകൊടുത്തിട്ടും അവൾ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ കൈ കഴുകി. പാത്രങ്ങളൊന്നും അന്ന് എടുത്തു വെക്കാനോ ഒന്നിനും പോയില്ല. അല്ലെങ്കിൽ ഉമ്മയെ അല്പം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അന്ന് ആഷിയായിരുന്നു അവളെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അന്ന് ഉമ്മ പറഞ്ഞു, എന്തോന്നുണ്ട്, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഇട്ട് പോവില്ല. ഉമ്മ, ഞാൻ ഉണ്ടല്ലോ നിങ്ങളെ കൂടെ. ആഷി എല്ലാ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. മോനെ, ഞാൻ വെച്ചോളാടാ, കഴുകി വെച്ചോളാം, അവിടെ വെച്ചേക്ക്. വേണ്ടുമ്മ, നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി തന്നില്ലേ, അതന്നെ വലിയതല്ലേ. അവരെല്ലാവരും ഫുഡ് കഴിച്ച് അതാ കിടക്കുവാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവൾ ഇപ്പോഴും ഫോൺ ഓൺ ചെയ്തിട്ടില്ല. അവൾ കണ്ണീരോടെയായിരുന്നു അന്ന് അവളുടെ റൂമിലേക്ക് കടന്നത്. എന്നാലും റബ്ബേ, എന്തിനായിരുന്നു ഇതൊക്കെ? എത്ര സന്തോഷകരമായിരുന്നു 2-3 ദിവസം. ഇത്ര പെട്ടെന്ന് അവൾ ഓരോന്നാലോചിച്ച് അതാ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നായിരുന്നു കോളിംഗ് ബെൽ മുഴങ്ങിയത്. ഒരു നിമിഷം അവൾ ഞെട്ടിത്തരിച്ചു പോയി. റബ്ബേ,
അവളൊന്നും അറിയാത്ത രീതിയിൽ ഒന്നുകൂടി മൂടി പുതച്ച് അവിടെ കിടന്നു. ഉമ്മ, മോനെ ആരാ നോക്ക് മോനെ. അതാ ആഷി വാതിൽ തുറക്കുന്നു. ആ അളിയാ, കയറി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തോടു കൂടി സ്റ്റോറി നിർത്തണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ടൈമില്ലാത്തത് കൊണ്ട് നമുക്ക് ബാക്കി നാളേക്കൊക്കെ ആക്കി. ഇൻഷാ അല്ലാ. ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.